പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മരുന്നാണ്. അതായത് ഈ മരുന്ന് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതായത് ഈ മരുന്ന് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളുടെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ പല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും. മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നതായ പല്ല് നല്ല പളുങ്ക് പോലെ വെളുത്ത് കിട്ടുകയും ചെയ്യും. അതായത് നമുക്കറിയാം, നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് പ്രധാന ഒരു പങ്ക് നമ്മുടെ പല്ലിനുണ്ട്. നമ്മുടെ പല്ല് മഞ്ഞളിക്കുക, അതിന് കളർ മാറ്റം സംഭവിക്കുക, അതൊക്കെയും ആരും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അതുപോലെ നമ്മെ വളരെയധികം ഭ്രാന്ത് പിടിപ്പിക്കുന്ന, നമുക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വേദനയാണ് പല്ലുവേദന. എല്ലാ ദിവസവും പല്ലുവേദന കൊണ്ട് വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിരന്തരം പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾ കേടുപാടുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ പല്ലുകൾ എടുത്തു കളയേണ്ട അവസ്ഥയിലേക്കെത്തും. പല്ല് ഹോസ്പിറ്റലിൽ പോയി പറിച്ച് ഒഴിവാക്കേണ്ട അവസ്ഥ വരെ വരും. പിന്നീട് നമുക്കവിടെ പല്ലുണ്ടാകില്ല. അതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടൊക്കെയാണ് നമ്മുടെ പല്ല് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ച് അത് നമുക്ക് നഷ്ടമാകുന്നത്. അതുപോലെ പലരും പ്രയാസപ്പെടുന്ന ഒന്നാണ് മോണവീക്കം. അതായത് പല്ല് സ്ഥിതി ചെയ്യുന്ന ഭാഗമായ മോണയുണ്ടല്ലോ, അത് വീങ്ങിക്കൊണ്ട് വലിയ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും അത്. എന്നാൽ പല ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ടാകും, പല മരുന്നുകളും കഴിച്ചു നോക്കിയിട്ടുണ്ടാകും. എന്നാൽ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഈ മോണവീക്കത്തിന് ഭേദമുണ്ടാകും. എന്നാൽ വീണ്ടും ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ വേദന വരും, മോണവീക്കം വീണ്ടും ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതുപോലെ പലർക്കും ഉണ്ടാകുന്നൊരു പ്രയാസമാണ് അവരുടെ മോണയിൽ നിന്നും രക്തം വരിക. അതൊക്കെയും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മോണ സംബന്ധമായിട്ടും പല്ല് സംബന്ധമായിട്ടുമുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫ ലഭിക്കാൻ, അതുപോലെ നിങ്ങളുടെ പല്ലിന് നല്ല സൗന്ദര്യം വർദ്ധിക്കാൻ, നല്ല പളുങ്കു പോലെയുള്ള വെളുത്ത പല്ലായി കിട്ടാൻ നിങ്ങൾ ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകും. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഈ മരുന്ന് തയ്യാറാക്കി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഈ മരുന്ന് ഉപയോഗിച്ച് പല്ല് തേച്ചിട്ട് ഇതുവരെയായിട്ടും എനിക്ക് മോണവീക്കമോ അതുപോലെ പല്ല് വേദന, പല്ലിന് മഞ്ഞ നിറം വരിക, പല്ല് സംബന്ധമായിട്ട് ഒരു രോഗവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ മറ്റ് പേസ്റ്റുകൾ, മറ്റ് കെമിക്കൽ അടങ്ങിയ പേസ്റ്റുകളും മറ്റും ഉപയോഗിച്ച് നിങ്ങൾ പല്ല് തേക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിനോ ശരീരത്തിനോ മറ്റ് സൈഡ് എഫക്റ്റോ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ കയറി വരില്ല. ഇതൊക്കെയും നാച്ചുറലായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഈ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി അത് നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലം, റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതിനു വേണ്ടി നമുക്ക് 5 വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ട്. 5 വസ്തുക്കളിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു നമ്മുടെ വീടുകളിൽ അടുക്കളയിലൊക്കെ കാണപ്പെടും. ഗ്രാമ്പു അത് നിങ്ങൾ അല്പം എടുക്കുക. രണ്ടാമതായി നമ്മൾ എടുക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട് കറുകപ്പട്ട. എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് കറുകപ്പട്ട, അതും അല്പം എടുക്കുക. അതുപോലെ കല്ലുപ്പ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ്. അത് എന്തായാലും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകും, അതും അല്പം എടുക്കുക. മൂന്നാമതായി വേണ്ടത് ചിരട്ടക്കരി. അതായത് നമ്മുടെ വീട്ടിൽ ചിരട്ടയുണ്ടാകുമല്ലോ, അത് നമ്മൾ നല്ലതുപോലെ കത്തിച്ച് അതൊരു കരിയാക്കി എടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാകുമല്ലോ, അതും അല്പം എടുക്കുക. എന്നതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഈ വസ്തുക്കൾ എത്രയാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങളുടെ ഇഷ്ടം. അതായത് ഒരു 200 ഗ്രാം എല്ലാം കൂടി ഒരു 200 ഗ്രാം എടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഒരു 2 മാസം 3 മാസമൊക്കെ നമ്മുടെ പല്ല് വൃത്തിയാക്കാൻ ഉണ്ടാകും, അത്രത്തോളം ഉണ്ടാകും. എത്രയാണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഈ വസ്തുക്കളെല്ലാം എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്? ഗ്രാമ്പു,
കറുകപ്പട്ട, കല്ലുപ്പ്, ഇത് മൂന്നും കൂടി നല്ലതുപോലെ അമ്മിയിലോ എവിടെയെങ്കിലും ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ല പൊടിച്ചെടുത്തതിന് ശേഷം വേണം നിങ്ങൾ മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്യുമ്പോൾ പിന്നീട് അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, അതുപോലെ ചിരട്ടക്കരി, ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു വെക്കുക. പിന്നീട് നമുക്ക് അവസാനമായിട്ട് വേണ്ടത് അല്പം വെളിച്ചെണ്ണ. ഈ മിക്സ് ചെയ്ത് എടുത്തു വെച്ചതിൽ വെളിച്ചെണ്ണ അല്പം ഉപയോഗിച്ചുകൊണ്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അമിതമായിട്ട് വെളിച്ചെണ്ണ എടുക്കരുത്, അല്പം വെളിച്ചെണ്ണ എടുത്ത് മിക്സ് ചെയ്ത് എടുത്തു വെക്കുക. എന്നതിന് ശേഷം അതുകൊണ്ട് നിങ്ങളുടെ പല്ല് വൃത്തിയാക്കി കഴിഞ്ഞാൽ, എന്നും രാവിലെ എണീറ്റ് പല്ല് വൃത്തിയാക്കുന്ന സമയത്ത് ഈ മരുന്ന് ഉപയോഗിച്ച് നിങ്ങൾ വൃത്തിയാക്കി നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, മോണ സംബന്ധമായിട്ടുള്ള, അതുപോലെ പല്ല് സംബന്ധമായിട്ടുള്ള പല്ലുവേദന, പല്ലിൽ നിന്നും രക്തം വരിക, വായനാറ്റം, അതുപോലെ പല്ലിൻ്റെ മഞ്ഞ കളറ്, ഇതൊക്കെ മാറി നല്ല ഒരു ആരോഗ്യമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല പളുങ്ക് പോലെ വെളുത്ത നിറമുള്ള ഒരു പല്ലായി നിങ്ങൾക്ക് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. കാരണം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ അധികം വൈകാതെ ഈ മരുന്ന് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്കതിന് നല്ല ഫലം കിട്ടും. നിങ്ങളുടെ പല്ലിന് നല്ല ആരോഗ്യം വർദ്ധിക്കും. മാത്രമല്ല പിന്നീട് വായനാറ്റം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പല്ലിന് നല്ല വെളുത്ത നിറം ഉണ്ടാവുകയും ചെയ്യും. ഈ മരുന്ന് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി അത് നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.